വലിയ പ്രതീക്ഷകളുടെ ഒരു ആഗസ്റ്റ് മാസം ദൈവം നമുക്ക് നൽകി. എന്നാൽ പെട്ടെന്ന് അതിന് വിഘാതമായി വലിയ വെള്ളപ്പൊക്കവും പേമാരിയും ഉരുൾപൊട്ടലും ഒക്കെയാണ് നമ്മുടെ കണ്ണിന് മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിന് നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മക്കൾക്ക് നൽകുന്ന ഒരു ദൂതുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകും. കാരണം യഹോവ ജലപ്രളയങ്ങളുടെയും പെരുവെള്ളങ്ങളുടെയും മീതെയിരിക്കുന്ന ദൈവമാണ്. ഈ ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 29-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ ജലപ്രളയത്തിന് മീതെയിരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ആമേൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ മലവെള്ളം പാഞ്ഞു വരുന്നത്, ഉരുൾപൊട്ടി വരുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വലിയ പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ ഉരുണ്ട് ഒഴുകിയെത്തുന്നത്. എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും നാളിതുവരെ കരുതി വെച്ചല്ല, കരുതലിനെ നശിപ്പിച്ചുകൊണ്ട് സംഹാര താണ്ഡവം ആടിക്കൊണ്ട് നമ്മുടെ എല്ലാ സ്വസ്ഥതയും കെടുത്തിക്കളഞ്ഞ് തകർച്ചയിലാക്കി കടന്നു പോകുന്ന വലിയ പെരുവെള്ളങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു പരിഹാരം ആർക്കും ചെയ്യാൻ വയ്യാതെ, എത്ര ശാസ്ത്ര സാങ്കേതിക മികവുകളുണ്ടെങ്കിലും, എത്രയധികം ബലമുണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, കണ്ടുപിടുത്ത അണുവായുധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തുവാൻ ഇതുവരെ ഒരു രാജ്യത്തിനും ഒരു കണ്ടുപിടുത്തങ്ങൾക്കും സാധിച്ചിട്ടില്ല. മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു, കൈകെട്ടി മാറി നിൽക്കുന്നു, കൈകൂപ്പി നിൽക്കുന്നു, നിലവിളിയോടുകൂടി കാര്യങ്ങളെ കാണുന്നു. ജീവിതത്തിന് നേരെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ മികവുള്ളവരാണ്. പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, അറിവുണ്ട്, എല്ലാ ജ്ഞാനവും സൗകര്യവുമുണ്ട്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ പെരുവെള്ളം പോലെയുള്ള പ്രശ്നം വരുമ്പോൾ കൈകൂപ്പി നിൽക്കുകയല്ലാതെ വിദ്യാഭ്യാസത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അറിവുകൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സ്വാധീനങ്ങൾക്കും ആരോഗ്യത്തിനും സമ്പത്തിനും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. കുടുംബത്തിനകത്ത് സ്വസ്ഥത കെട്ടുപോവുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് കർത്താവ് തരുന്ന ആ പ്രോമിസ് ഏറ്റോണം, യഹോവ എന്നേക്കും, യഹോവ ജലപ്രളയത്തിന്റെ മീതെയിരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. അപ്പം വെള്ളത്തിന്റെ വിഷയമല്ല, വീട്ടിലുള്ള പ്രശ്നമാണ്, വീട്ടിലെ സമാധാനം എടുത്തു കളയുന്ന വിഷയമാണ് ദൈവം ഉദ്ദേശിക്കുന്നു. അല്ല ഒരു വെള്ളം വന്നു പോയി എന്നുള്ളതല്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത എടുത്തു കളഞ്ഞ, ഒരിക്കലും ആർക്കും ഒന്ന് പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് ഉരുണ്ടുകൂടി വന്നതിനെ കൺട്രോൾ ചെയ്യുവാൻ അധികാരമുള്ളൊരു ദൈവമുണ്ട്. ഞാൻ എങ്ങനെ അതിന് മറുപടി പറയും? എവിടെ നിന്ന് എനിക്കൊരു വഴി ഉണ്ടാകും? എനിക്കൊരു ആശ്വാസം എങ്ങനെ ഉണ്ടാകുമെന്ന് ആകുലപ്പെടുന്നു, വേദനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോടാ കർത്താവ് പറയുന്നത്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അതെ, ദൈവം നിങ്ങൾക്ക് ശക്തി തരും. പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ഉറച്ചു നിൽക്കാൻ പ്രാപ്തി നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്ന ഒരുപാട് വേളകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ദൈവം ശക്തി തരും. ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി പകരും, ധൈര്യം പകരും. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നഷ്ടമായി പോയ സ്വസ്ഥതയും സമാധാനവും ദൈവം മടക്കിത്തരും. ഏത് വലിയ വിഷയം മുമ്പിൽ നിന്നാലും ദൈവത്തിന്റെ സമാധാനം. ഹല്ലേലൂയ. യേശു പറഞ്ഞില്ലേ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം ഒരു കാറ്റുകൊണ്ടും ഒരു പ്രളയം കൊണ്ടും തീർന്നു പോകും, ഒരു യുദ്ധം കൊണ്ടും ഒരു പ്രശ്നം കൊണ്ടും തീർന്നു പോകും. പക്ഷേ കർത്താവ് തരുന്ന സമാധാനത്തിൽ മനുഷ്യൻ മരണത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കും. കാരണം അതിലും വലിയൊരു സമാധാനം അവർ യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. അതുകൊണ്ടാണ് ആ സമാധാനം അനുഭവിച്ച അപ്പോസ്തലന്മാരെ പരീശന്മാരും ശാസ്ത്രിമാരുടെയും പള്ളി സംഘക്കാർ ചേർന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയെന്നാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലെ ആ 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം കാണുന്നത്. സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി, സന്തോഷിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ അപമാനവും നിന്ദയും പരിഹാസവും എല്ലാം ഉള്ളപ്പോഴും അവരുടെ അകത്ത് ദൈവം കൊടുത്തൊരു സമാധാനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ തല്ലുന്നെങ്കിൽ തല്ലിക്കോ, കൊല്ലുന്നെങ്കിൽ കൊന്നോ, ഞങ്ങൾക്ക് വിഷയമല്ല.
ഞങ്ങൾക്ക് ക്രിസ്തുവുണ്ട്, ഞങ്ങൾക്ക് യേശുവുണ്ട്, ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, സമാധാനം നൽകുന്ന ദൈവം. പെരുവെള്ളങ്ങൾ കവിഞ്ഞു വരുമ്പോൾ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, 32 സങ്കീർത്തനത്തിൽ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പെരുവെള്ളങ്ങൾ നമുക്ക് നേരെ കടന്നു വരും, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ അടുക്കലേക്ക് അത് എത്തി അവനെ നശിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അതെ, യേശു തന്റെ ശിഷ്യന്മാരുമായി ഗലീല കടലിലൂടെ അക്കരയ്ക്ക് പോകുന്ന സമയത്ത് വലിയ കാറ്റും വലിയ തിരമാലകളും അവരുടെ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്, ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്, സംശയവും അവിശ്വാസവും ഒക്കെ കയറി നിലവിളിക്കുകയാണ്. അവർ യേശുവിനെ ഉണർത്തി കഴിഞ്ഞപ്പോൾ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക എന്ന് പറഞ്ഞ് ആ കാറ്റിനെ കൈകൊണ്ട് പിടിച്ചു നിർത്തിയതുപോലെ, കടലിനെ വാക്കുകൊണ്ട് തടഞ്ഞു നിർത്തിയതുപോലെ അവിടെ നിർത്തി. യേശുവിന് അധികാരമുണ്ട് നിങ്ങളിന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങളെ, വലിയ പ്രതികൂലങ്ങളെ തടഞ്ഞു നിർത്താൻ. ഇപ്പം വേണ്ട, ഇപ്പം അവിടെ നിൽക്ക്, അവിടെ വരെ മതി എന്ന് പറയാനായി നമുക്ക് പറ്റുക. പക്ഷെ ദൈവം പിടിച്ചു നിർത്തും, ദൈവം പിടിച്ചു നിർത്തും. അത് രോഗമാണെങ്കിലും, നിങ്ങളുടെ കടഭാരമാണെങ്കിലും, നിങ്ങൾ നേരിടുന്ന കുടുംബത്തിനകത്തെ അസ്വസ്ഥമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അത് മതി, ഇത്രയും മതി, നിൽക്ക് എന്ന് പറഞ്ഞ് ശാന്തമാക്കാൻ, അടക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം. ഈ ഞായറാഴ്ച ഈ ശബ്ദം നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ മേൽ കുടുംബത്തിൽ സമാധാനം വരട്ടെ. എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. സ്വസ്ഥത ദൈവം നൽകി തരട്ടെ. യഹോവ ജലപ്രളയത്തിന്റെ മീതെയിരുന്നു, യഹോവ സ്ഥലത്തിന്റെയും രാജാവാകുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, അവൻ തന്റെ ജനത്തിന് സമാധാനം നൽകിയവരെ അനുഗ്രഹിക്കും. അത് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന് മേൽ ശക്തി നൽകുവാനും സമാധാനം നൽകുവാനും പ്രളയത്തിന് മേൽ ഇരിക്കുവാൻ അധികാരമുള്ളവൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദൈവസാന്നിധ്യം നിങ്ങളെ തൊടട്ടെ, ആ ദൈവസാന്നിധ്യം നിങ്ങൾക്ക് സ്വസ്ഥത തരട്ടെ. നിങ്ങളുടെ എല്ലാ ഭീതികളും കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. പ്രിയ കർത്താവെ, ഞങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുകയാണ്. ഈ ഞായറാഴ്ച ഈ ദൈവവചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവെ അവിടുത്തെ ശക്തിയുള്ള കരം വ്യാപരിക്കണമേ. അവർ ഭയപ്പെടുന്ന, അവർ ഭീതിപ്പെടുന്ന കാലങ്ങളായി അവരെ ഭയപ്പെടുത്തുന്ന, തകർത്തുകളെന്ന് വാദിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. കർത്താവെ, അവിടുന്ന് ശക്തി നൽകുന്ന ദൈവം, അവിടുന്ന് സമാധാനം നൽകുന്ന ദൈവം. അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുവാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നവർ സ്വസ്ഥതയുള്ളവരാകട്ടെ, എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതിബന്ധങ്ങളും മാറിപ്പോകട്ടെ. ദൈവിക സമാധാനത്തിൽ അവർ ജീവിക്കട്ടെ, സഞ്ചരിക്കട്ടെ. കർത്താവ് അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴിലും കർത്താവിനെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമാധാനങ്ങൾ യേശുവിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചയാണല്ലോ ഇന്ന്. രാത്രി 10 മുതൽ 11 വരെ ഓൺലൈൻ വഴി നമുക്ക് വർഷിപ്പുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടുന്ന ദൂതത്തിനകത്തുണ്ട്. സൂമിന്റെ ലിങ്കും പാസ്വേഡും ഐ ഡിയൊക്കെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കാതെ ജോയിൻ ചെയ്യണം. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കാം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ.